ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. മിന്നൽ പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശബദാശംസകൾ. സങ്കീർത്തനങ്ങൾ 113 അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: യഹോവയെ സ്തുതിപ്പൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പൻ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. ഈ വായിച്ചു കേട്ട തിരുവചനങ്ങളാൽ നിങ്ങളേവരെയും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ഇന്നത്തെ ശബദ് സ്കൂൾ ആരാധനയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ശബദ് സ്കൂൾ ശുശ്രൂഷയുടെ ആരംഭമായി നമുക്ക് ഏവർക്കും സത്യപ്രതിഭ ഗാനങ്ങളിൽ നിന്ന് 52ാമത്തെ ഗാനം പാടാം. 52ാമത്തെ ഗാനം ആരാധ്യനേ ആരാധ്യനേ. നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം ആരാധ്യനേ ആരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എൻ്റെ രോഗക്കിടക്കയിൽ നീ
വേദവായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം സങ്കീർത്തനങ്ങൾ 95 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗ്ഗപിതാവാം ദൈവമേ, ഈ ശബ്ദത്തിൻ്റെ മണിക്കൂറുകൾ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലോട് ഏൽപ്പിക്കുന്ന നാഥ, യാതൊരു പ്രയാസങ്ങളോ വിഷമങ്ങളോ കൂടാതെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വഴി നടത്തി സഹായിക്കുമാറാണമേ. ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളിലും ദൈവത്തിൻ്റെ ദിവ്യകൃപയും സമാധാനം കൊണ്ടുവന്ന് നിറയ്ക്കുമാറാണമേ. ചെയ്യുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലോട് ഏൽപ്പിക്കുന്ന നാഥ, ദിവ്യ സമാധാനത്തിൽ അവിടെ നരിപ്പാൻ സഹായിക്കണം. കൃപയസാലിൽ നിന്ന് പൊതിയണം, മാനവമോഹത്തോടെ നടക്കണം. യേശുനാഥൻ്റെ കൃപയോടെ യാചിക്കുമ്പോൾ താഴ്മയുടെ കേട്ട് ഇത്ര നല്ല മറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലവാചകം ജീവിതം ഛിന്നഭിന്നമാക്കുന്ന തകർച്ച. ഇത് നമ്മളെ എഴുതി അറിയിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നും ഒൾഗാനൂഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒൾഗായുടെയും റോമിൻ്റെയും കരിങ്കടലിലെ അവധിക്കാല യാത്ര ഒരു കാർ അപകടത്തിൽ തകർന്നു. ഇവർ ആ സ്ഥലത്തേക്ക് യാത്ര പോകുകയായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. ഈ നഗരത്തിലേക്ക് യാത്ര പോകുന്ന സമയത്ത് അവർ റോഡിൽ കൂടെ കാറിൽ യാത്ര ചെയ്ത് വരികയായിരുന്നു. പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ചിട്ട് ഒരു യൂ ടേൺ എടുത്തു. ഈ സമയത്ത് അവരുടെ സമീപത്തേക്ക് ഒരു മെഴ്സിഡസ് കാറ് വരികയും ഇവരുടെ കാറിനെ ഇടിച്ച് ഇവരുടെ കാറ് 3 തവണ പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങുകയും അതിനുശേഷം നിശ്ചലമായി നിൽക്കുകയും ചെയ്തു. കാറിൻ്റെ ജനലുകളും കതകുകളും ആകെ തകർന്ന് ഞെരിഞ്ഞമർന്നു പോയി. എങ്കിലും ഓൾഗയ്ക്കും അതുപോലെ തന്നെ റോമനും യാതൊരു പോറൽ പോലും ഏൽക്കാതെ കാറിൽ നിന്നും അവർ ഈ തകർന്ന കതകിൻ്റെ ഇടയിലൂടെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് അവിടെ പോലീസ് എത്തിയപ്പോൾ മനസ്സിലായി റോമൻ്റെ കയ്യിലാണ് തെറ്റ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ സമയത്ത് റോമനും അതുപോലെ തന്നെ ഓൾഗയ്ക്കും വളരെയധികം വിഷമമുണ്ടായിരുന്നു. കാരണം ഇവർക്ക് കിട്ടുന്ന ഇൻഷുറൻസിൻ്റെ തുക കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് അവർക്ക് യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പണി നടത്തുവാനോ കേസിന് പോകുവാനോ ഒന്നിനും ഇവർക്ക് പണം തികയുകയില്ല എന്ന് മനസ്സിലായി. ഈ സമയത്ത് റോമനും പോലീസുകാരും അതേപോലെ തന്നെ മെഴ്സിഡസിൻ്റെ ഓണറും ആയി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഓൾഗ ഈ റോഡ് സൈഡിൻ്റെ തന്നെ തൊട്ടടുത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവിടേക്ക് നടന്നു ചെല്ലുകയും അവിടെ പോയി മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് ദൈവത്തോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. കാര്യം ഇവർക്ക് സാമ്പത്തികമില്ല, പിന്നെ കാറിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അവൾ അവിടെ ഇരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഇതിനുശേഷം അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് മെഴ്സിഡസിൻ്റെ ഉടമയുടെ പേര് മൂസ എന്നായിരുന്നു. അദ്ദേഹം റോമനോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം റോമൻ്റെ കയ്യിൽ നിന്നും അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചെടുക്കുകയും പണം കൊടുത്ത് ആ കാറ് ശരിയാക്കി കൊടുത്തതിന് ശേഷമേ ഈ ഡോക്യുമെൻറ്റ്സ് തിരിച്ച് റോമനും ഓൾഗയ്ക്കും നൽകുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് കടന്നുപോയി. ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഈ സമയത്ത് റോമനും ഓൾഗയും ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒരുമിച്ച് സംസാരിക്കുവാനായി കടന്നുപോയി. ഈ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപകടം നടക്കുന്ന സമയം ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. എങ്കിൽ ഇവർക്ക് വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമല്ലായിരുന്നു. അവരുടെ ബന്ധം വേർപിരിയുന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും മുന്തിരിത്തോട്ടത്തിൽ ചെല്ലുകയും അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സമയത്ത് അവരുടെ സങ്കടങ്ങളെല്ലാം മാറി അവർ വീണ്ടും പഴയതുപോലെ വളരെ സ്നേഹത്തിലാവുകയും ഈ സമയത്ത് അവർ അവിടെ നിന്ന് ദൈവത്തോട് വളരെയധികം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സമയത്ത് അവിടെ നിന്ന് അവർക്ക് യാത്ര ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. എവിടെ പോകണം, എവിടെ താമസിക്കണം എന്നൊന്നും അവർക്കറിയില്ല. യാത്ര ചെയ്യാൻ വാഹനവുമില്ല. ഈ സമയത്ത് അവിടെ ഒരു ബീച്ചിൽ കിടന്നാണ് ഇവർ ഉറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇവർ കാണുന്നത് മൂസ ഇവരുടെ അടുക്കിലേക്ക് വരികയും അവിടെ നിന്നും അവരെ മൂസയുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു. അവിടെ ചെല്ലുന്ന സമയത്ത് മൂസയ്ക്ക് വളരെയധികം ആശ്ചര്യം തോന്നി. കാര്യം ഇവർ ഇറച്ചി അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കില്ല, പച്ചക്കറികൾ മാത്രമാണ് കഴിക്കുന്നത്. മൂസയ്ക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ അത്ഭുതം തോന്നിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവർ ചാരായം പോലും കുടിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ വിചിത്ര ജീവികളാണോ എന്ന് മൂസ റോമനോടും ഓൾഗയോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭാവിശ്വാസികളാണെന്നും ഞങ്ങൾ ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കുകയില്ല എന്നും പറഞ്ഞു. അപ്പോൾ മൂസ കാണുന്ന രണ്ടാമത്തെ അഡ്വെന്റിസ്റ്റ് വിശ്വാസി കുടുംബമാണ് റോമനും ഓൾഗയും. അതിനുശേഷം അദ്ദേഹം അവരോട് പറഞ്ഞു, ഈ അപകടം സംഭവിക്കുന്ന ദിവസം ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കിയതിന് ശേഷം കടന്നു വരുന്നൊരു സമയമായിരുന്നു. അവളുടെ
രണ്ടാമത്തെ ഗർഭഛിദ്രം നടത്തുവാനായി ഞാൻ അവളോട് വഴക്കുണ്ടാക്കി വരുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. ഒരു പക്ഷേ ഞാൻ അവളോട് ഗർഭഛിദ്രം നടത്തണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അന്ന് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതും ഇന്ന് നിങ്ങളെ പരിചയപ്പെടുവാൻ ഇടയായതും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവരോട് പറയുകയുണ്ടായി, എനിക്ക് മെഴ്സിഡസ് എന്ന് പറയുന്ന വണ്ടി വളരെയധികം ഇഷ്ടമുള്ള ഒരു ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ആ പണം നൽകി ആ വാഹനം ശരിയാക്കി കൊടുക്കണമെന്ന് റോമനും ഓൾഗയ്ക്കും ഉള്ളിൽ വളരെയധികം ആഗ്രഹം തോന്നി. അങ്ങനെ ഇവർക്ക് കയ്യിൽ പണമില്ലായിരുന്നു. ആ സമയത്ത് ഇവരുടെ സുഹൃത്തുക്കളെയൊക്കെ 3 ദിവസത്തിനുള്ളിൽ പണം തിരികെ നൽകണം. അതിനുവേണ്ടി ഇവർ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു സംസാരിച്ചു. സുഹൃത്തുക്കളൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പണം നൽകാമെന്നും സഹായിക്കാമെന്നും പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ മൂസയ്ക്ക് വളരെയധികം സങ്കടം തോന്നി. ഫോൺ വിളിച്ച് വെച്ചതിന് ശേഷം അദ്ദേഹം ഇവരുടെ മുൻപിലിരുന്ന് വളരെയധികം പൊട്ടിക്കരയുകയുണ്ടായി. എന്തിനാണ് കരയുന്നത് എന്ന് ഇവർ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടം പോലെ കാശുണ്ട്, പണമുണ്ട്, എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടം പോലെ കൂട്ടുകാരുമുണ്ട്. പക്ഷേ ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളാരും എന്നെ വിളിക്കുകയോ ഞാൻ വിളിച്ചാൽ അവർ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, ആരും എന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് പണം ലഭിക്കുകയും പണം ഇവർ മൂസയ്ക്ക് തിരികെ നൽകുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മൂസ ഇവർക്ക് തിരികെ നൽകി. മറ്റൊരു നഗരത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ ചെലവഴിക്കുവാൻ വേണ്ടി മൂസ കടന്നു പോകുകയാണ് എന്ന് ഓൾഗയോടും റോമനോടും പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ എന്ന് തിരക്കി. അപ്പോൾ ഇദ്ദേഹം പോകുവാൻ ഉദ്ദേശിക്കുന്ന അതേ നഗരത്തിലേക്ക് ഉള്ള യാത്രാമധ്യേ വെച്ചായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. ഇവർക്ക് പോകുവാൻ ഇനി ഇവർക്ക് വാഹനമില്ല. ഇവരുടെ ഫോക്സ് വേഗൻ തകർന്നു കിടക്കുകയാണ്. അത് നന്നാക്കാൻ ഇവരുടെ കയ്യിൽ പണവുമില്ല. അങ്ങനെ ഇവർ മൂസയുടെ ഒപ്പം ആ നഗരത്തിലേക്ക് വിനോദയാത്രയ്ക്കായി കടന്നുപോയി. ഇവർ അവിടെ ചെന്നപ്പോൾ ഇതിനു മുൻപൊന്നും ഇവർ താമസിക്കാത്ത രീതിയിൽ വളരെ ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് ഇവരന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ കടം വീട്ടിയതിനാൽ പിന്നത്തെ വർഷം എന്ന് പറയുന്നത് റോമനും ഓൾഗയ്ക്കും ഭയങ്കര കടഭാരമുള്ളൊരു വർഷമാണ്. കാര്യം അവരുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ കൊടുക്കണമായിരുന്നു. ഇവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും ഇവരെന്നും ദൈവത്തോട് നന്ദി കരയിറ്റുമായിരുന്നു. ഇവരുടെ വിവാഹ ജീവിതത്തിൽ യാതൊരു വിള്ളലും സംഭവിക്കാതെ ആ ഒരു ദിവസം കൊണ്ട് ഇവർക്ക് തെറ്റുകൾ മനസ്സിലാക്കി അതെല്ലാം ക്ഷമിച്ച് വീണ്ടും ഒരുമിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിച്ചതിൽ അവരെന്നും ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. അതിനുശേഷം റോമന് ഉയർന്ന ശമ്പളത്തോടു കൂടി പുതിയ ഒരു ജോലി ലഭിച്ചു. അങ്ങനെ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ട് അവർക്ക് കടങ്ങളെല്ലാം വീട്ടുവാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റുന്നു എന്ന് റോമൻ പറഞ്ഞു. 1993 ഓൾഗ സവോസ്കിയിലുള്ള ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് 1ാം ക്ലാസ്സിൽ ചേർന്ന് അവൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം വരെ പഠിച്ചത്. പിന്നീട് സവോസ്കി അഡ്വൻറ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുവാനായി കടന്നു പോവുകയും ചെയ്തു. ഇവിടെയുള്ള സ്കൂളിന് വേണ്ടി ക്ലാസ് മുറികൾ പണിയുന്നതിനാണ് ഈ പ്രാവശ്യത്തെ 13ാം കാണിക്കയുടെ ഒരു ഭാഗം വിനിയോഗിക്കുന്നത്. ഉദാരമായി നൽകുക, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മിഷൻ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഈ ആഴ്ച ഞാൻ നിങ്ങളോട് പറയുവാനായിരിക്കുന്ന ഫീച്ചർ ടോക്കാണ്. ഈ ആഴ്ചത്തെ ഫീച്ചർ ടോക്കിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് നടന്ന ഒരു സംഭവത്തെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1939 സെപ്റ്റംബർ 1 തീയതി തുടങ്ങി 1945 സെപ്റ്റംബർ 2 തീയതിയാണ് ഇത് അവസാനിക്കുന്നത്. ഇത് ഏകദേശം 6 വർഷത്തോളം ഈ യുദ്ധം നീണ്ടു നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്കറിയാം, ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ചില ഏഷ്യൻ രാജ്യങ്ങളായ റഷ്യ, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളുമൊക്കെ ഈ യുദ്ധത്തിൽ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലം എന്ന് പറയുന്നത്, ആ സമയങ്ങളിൽ ജർമ്മനി ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയായിട്ട് ഉയർന്നു വരുന്ന സമയമായിരുന്നു അത്. നമുക്കെല്ലാവർക്കും അറിയാം, അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ നാസി പാർട്ടിയുടെ നേതൃത്വത്തിലേക്കാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ജർമ്മനിയുടെ ഭരണാധികാരിയായി തീരുകയും അങ്ങനെ അദ്ദേഹം ഈ യുദ്ധത്തെ നയിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ഒരു കടുത്ത ജൂത വിരോധിയായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാരണങ്ങളായിരുന്നു അതിന് കാരണമായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ശക്തനായ ജൂത വിരോധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ജർമ്മനിയുടെ അധികാരത്തിൽ എത്തുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറി പാർത്തിരുന്ന യഹൂദന്മാരായ ആൾക്കാരെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഈ അധികാരത്തിൽ വരുവാനായിട്ട് ആഗ്രഹിച്ചത്. അങ്ങനെ ഈ രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഈ ജർമ്മനി, പോളണ്ട് അതുപോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് യഹൂദന്മാരായിരുന്നു അവിടെയെല്ലാം തിങ്ങിപ്പാർത്തുകൊണ്ടിരുന്നത്. ഇവരെല്ലാം വളരെ ധനികന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജർമ്മൻകാർക്ക് ഇവരോട് കടുത്ത വിരോധമായിരുന്നു. കാരണം അവരുടെ രാജ്യത്ത് താമസിക്കുകയും എന്നാൽ അവരുമായിട്ട് യാതൊരു സമ്പർക്കത്തിൽ ഏർപ്പെടാതെ ഒരു പ്രത്യേക വിഭാഗമായിട്ടായിരുന്നു യൂതന്മാർ അക്കാലത്തും ജീവിച്ചിരുന്നത്. ഞാൻ ഈ കഥ പറയാൻ പോകുന്നത് കഥയല്ല, ഒരു നടന്ന സംഭവമാണ്. ഇത് പറയാൻ പോകുമ്പോൾ ഇത് നടക്കുന്നത് പോളണ്ട് എന്ന് പറയുന്ന ചെറിയ രാജ്യത്താണ്. ഈ പോളണ്ടിൽ ഏകദേശം 30 ലക്ഷം യഹൂദന്മാരായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധ കാലത്തിലെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം 60 ലക്ഷം യഹൂദന്മാരെ ഈ നാസി ജർമ്മനി അവരെ കൊന്നുകളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരെ കൊന്നുകളയാൻ വേണ്ടി അവരുപയോഗിച്ച മാർഗ്ഗങ്ങളൊക്കെ വളരെ ഹീനമായ മാർഗ്ഗങ്ങളായിരുന്നു. അവരെ പട്ടിണിക്കിട്ടും വല്ലാതെ ജോലി ചെയ്യിപ്പിച്ചും അവരെ ജീവനോടെ കൊന്നുമൂടിയും ഗ്യാസ് ചേമ്പറുകളിൽ വെച്ച് അവരെ കൊന്നുകളഞ്ഞുമൊക്കെയാണ് ഈ യഹൂദന്മാരെ, ഈ 60 ലക്ഷത്തോളം വരുന്ന യഹൂദന്മാരെ നാസി ജർമ്മനി ഇല്ലാതാക്കിയത്. എന്നാൽ പോളണ്ടിൽ ഈ കാലഘട്ടത്തിൽ അവർ 30 ലക്ഷത്തോളം യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ 30 ലക്ഷം യഹൂദന്മാരെ മുഴുവൻ അവർ ഈ പോളണ്ട് ജർമ്മനി കീഴടക്കുന്ന സമയത്ത് അവരെ എല്ലാം ഗെറ്റോകൾ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് അവരെ പാർപ്പിക്കുന്നു. ഗെറ്റോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പോളണ്ടിൻ്റെ നഗരഹൃദയ ഭാഗത്ത് തന്നെ അവർ കുറച്ച് സ്ഥലം മതിൽ കെട്ടിത്തിരിക്കുകയും ഈ മതിൽ കെട്ടിത്തിരിച്ച സ്ഥലത്തിനകത്ത് അവർ വളരെ ഇടുങ്ങിയ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ പണിയുകയും ഇവിടെ ഈ യഹൂദന്മാരെ എല്ലാം തിങ്ങി പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെയാണ് ഗെറ്റോകൾ എന്ന് പറയുന്നത്. ഈ യഹൂദന്മാരെ അവർ വളരെ ക്രൂരമായി പിടിപ്പിച്ചിരുന്നു. ഈ ഗെറ്റോകളിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ അവർക്ക് വസ്ത്രം ഉടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല, അവർക്ക് മതിയായ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഗെറ്റോകളിൽ ജീവിച്ചു വരുന്ന യഹൂദന്മാർ അവിടെ വളരെ കഷ്ടവും പ്രയാസവും ഒക്കെ അനുഭവിച്ച് ജീവിച്ചു വരുന്ന സമയത്താണ് നമുക്കറിയാം, യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടങ്ങളുടെ കണക്കേ യുദ്ധത്തിന് പറയാനുള്ളൂ എങ്കിലും ചില വ്യക്തികൾക്ക്, ചില വ്യവസായങ്ങൾക്കൊക്കെ യുദ്ധം ഗുണകരമാണ്, അല്ലേ? നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ആയുധശാലകളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾക്ക്, പിന്നെ പട്ടാളക്കാർക്ക് അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ സമയത്ത് ജർമ്മൻകാരനായ ഒരു നാസി അനുഭാവിയായ ഷെൻലർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇദ്ദേഹം ഒരു കടുത്ത നാസി അനുഭാവിയായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വളരെയധികം ധനികനായ ഒരു വ്യക്തിയായിരുന്നു, ഒരു വ്യവസായിയായിരുന്നു, വളരെയധികം ധനികനുമായിരുന്നു. അത് മാത്രമല്ല, വളരെയധികം ധനികനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ധാരാളിയായിരുന്നു, അല്ലെങ്കിൽ വളരെ പൈസയൊക്കെ വളരെ ദൂർത്തടിക്കുന്ന, അതായത് മദ്യത്തിനും പെണ്ണിനും വേണ്ടി ഇതൊക്കെ ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു ഷിൻലർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ ഷിൻലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്കാലത്ത് നടത്തിയിരുന്ന ബിസിനസ്സുകളെല്ലാം വളരെ പരാജയപ്പെട്ട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഈ സമയത്ത് യുദ്ധം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു, ഈ ബിസിനസ്സുകളൊക്കെ തകർന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഒരു അലുമിനിയം പാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ പാത്രങ്ങൾ യുദ്ധത്തിന് ആവശ്യമായ ആ ക്യാമ്പുകളിൽ എനിക്കത് വിതരണം ചെയ്യാൻ സാധിക്കും, അങ്ങനെ എനിക്ക് വീണ്ടും പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു അലുമിനിയം പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഈ പോളണ്ടിൽ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ ഈ ഫാക്ടറികളിലേക്ക് ജോലിക്ക് കൊടുക്കുന്നത് ഈ ഗെറ്റോകളിൽ താമസിക്കുന്ന യഹൂദന്മാരെയായിരുന്നു ജോലിക്ക് അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഷിൻലർ ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. തൻ്റെ അടുക്കൽ ജോലിക്ക് വരുന്ന യഹൂദന്മാരിൽ ഇന്ന് വരുന്നവരെ അദ്ദേഹത്തിന് നാളെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം വരുന്ന ആൾക്കാരെ അതിൻ്റെ പിറ്റേ ദിവസം ജോലിക്ക് വരുന്നത് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഓർത്തു, ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്? ഓരോ ആഴ്ചയിലും വേറെ വേറെ ആൾക്കാരെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനേജറെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മാനേജരും ഒരു ജൂതനായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ആരെയും കാണുന്നില്ല, പഴയ ആൾക്കാരെ ഒന്നും കാണുന്നില്ലാത്ത എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം ഈ മാനേജർ മറുപടി പറഞ്ഞു, ഇവരെ എല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗെറ്റോകളിൽ പീഡനം അനുഭവിച്ച് കഴിഞ്ഞു വരുന്ന ഈ യഹൂദന്മാരെ അവർ ഏകദേശം അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് അവർ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റും. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്യാസ് ചേമ്പറുകളൊക്കെയാണ്. അവിടെ ഇട്ട് അവരെ എന്ത് ചെയ്യുന്നു, ക്രൂരമായി കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ജീവനോടെ അവരെ കുഴികളിലേക്കിട്ട് മൂടുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാവരെയും അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്ന എല്ലാവരെയും അവരെന്ത് ചെയ്യും, കൊന്നുകളയും. അപ്പോൾ ഈ മാനേജർ പറഞ്ഞു, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും അധികം താമസിക്കാതെ തന്നെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പോകുമെന്ന് ഇദ്ദേഹം ഷിൻലറോട് മറുപടി പറഞ്ഞു. അപ്പം ഷിൻലറിൻ്റെ മനസ്സിനെ ഇത് വളരെ മുറിപ്പെടുത്തി. അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ്റെ സ്വാധീന ശക്തി ഉപയോഗിച്ച് എനിക്ക് ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഷിൻലർ ആലോചിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ഒരു നാസി അനുഭാവിയാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, ഈ നാസി ഉദ്യോഗസ്ഥരെയൊക്കെ ചെന്ന് കണ്ട് അവർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം കൈക്കൂലിയൊക്കെ ആയിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷം ഓരോ ആൾക്കാരെയായിട്ട് രക്ഷപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഓരോ ആൾക്കാരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഷിൻലർ വളരെയധികം തുകകൾ ചിലവാക്കേണ്ടി വന്നു. ഇങ്ങനെ ഓരോ ആൾക്കാരെയും ഇദ്ദേഹം രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഓരോ ആൾക്കാരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇതൊരു ലഹരിയായി മാറുവാൻ തുടങ്ങി. അതായത് മദ്യത്തേക്കാൾ വീര്യമുള്ള ഒരു വല്ലാത്ത ലഹരിയായിട്ട് ഇത് ഇദ്ദേഹത്തിന് വരികയും അദ്ദേഹം അങ്ങനെ തൻ്റെ സകല സമ്പാദ്യവും കൊടുത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ ബാക്കി, അങ്ങനെ സകല സമ്പാദ്യവും കൊടുത്ത് അദ്ദേഹം 1200 പേരെ ഈ വലിയ വിപത്തിൽ നിന്ന്, ഈ മരണത്തിൽ നിന്ന് അദ്ദേഹം രക്ഷിക്കുകയുണ്ടായി. ഇപ്പോൾ ഇതൊരു സാധാരണ മനുഷ്യൻ്റെ കഥയാണ്. നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിന് തൻ്റെ സഹജീവികളോട് തോന്നിയ കാരുണ്യത്തിൻ്റെ കഥയാണിത് ഇപ്പോൾ ഈ കേട്ടത്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം 1974 ഷിൻലർ മരണപ്പെടുകയുണ്ടായി. എന്നാൽ ഈ ഷിൻലർ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശവം സംസ്കരിച്ചിരിക്കുന്നത് യെരുശലേമിലെ മൗണ്ട് സിയോനിലാണ്. അവിടുത്തെ ഒരു കത്തോലിക്ക പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. അപ്പോൾ യഹൂദന്മാർ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് ഓരോ വർഷങ്ങളിലും ഈ ശവകുടീരത്തിലെത്തുകയും അവിടെ അദ്ദേഹത്തിൻ്റെയോടുള്ള ബഹുമാനാർത്ഥം 1200 കല്ലുകൾ ആ ശവകുടീരത്തിൻ്റെ മുകളിൽ അവർ അടുക്കി വയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഇദ്ദേഹം ചെയ്ത ഈ വലിയ കാരുണ്യ പ്രവൃത്തി പിന്നീട് ഷെഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന പേരിൽ ഒരു സിനിമയായിട്ട് ഇറങ്ങിയുണ്ടായി. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ഓസ്കാർ ഷിൻലർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് തൻ്റെ സഹജീവികളോട് തോന്നിയ ആ കാരുണ്യം കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇത്രയും വലിയൊരു ത്യാഗം, അല്ലെങ്കിൽ തൻ്റെ സമ്പാദ്യം മുഴുവൻ അവസാന കാലഘട്ടം ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു സ്റ്റേജ് വരെ എത്തിയിരുന്നു. അപ്പോൾ ഇത്രയും തൻ്റെ സമ്പാദ്യവും തൻ്റെ ജീവന് ഭീഷണിയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഈ കാരുണ്യ പ്രവൃത്തി ചെയ്തത് അദ്ദേഹത്തിൻ്റെ സഹജീവികളോട് തോന്നിയ ആ വലിയ കാരുണ്യം കൊണ്ടാണ്. ഇത് നമ്മൾ വചനവുമായിട്ട് ഈ കാര്യത്തെ നമ്മൾ വചനവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ യോഹന്നാൻ 3:16 ഇപ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് അവിടെ കാണുന്നു. ഇതൊരു പിതാവിൻ്റെ സ്നേഹമാണ് അല്ലേ, തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി നൽകുവാനുള്ള ഒരു വലിയ സ്നേഹമാണ് ദൈവം അവിടെ കാണിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്ക് മുമ്പ് ജീവിച്ചിരുന്നവർക്കും ഇപ്പോൾ ജീവിക്കുന്ന
ജീവിക്കുന്ന നമുക്കും ഇനി വരുവാനുള്ള തലമുറയ്ക്കും എല്ലാം ഈ സ്നേഹം എന്ത് ചെയ്യും, അനുഭവിക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് കൂടി വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തത്, ക്രൂശിൽ യാഗമായി തീർന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകാതെ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന് ഹിതം എന്തെന്ന് മനസ്സിലാക്കി നമ്മളുടെ സഹജീവികളോട് നമ്മൾ കാരുണ്യത്തോടു കൂടിയും അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ അവരെ സഹായിച്ചും ഒക്കെ നിന്ന് നമുക്ക് ദൈവത്തോട് കൂടി നിന്ന് നമ്മുടെ ഈ ജീവിതയാത്ര പൂർത്തിയാക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ശബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് സത്യപ്രതിഭ ഗാനങ്ങളിൽ നിന്ന് 967 ഗാനം പാടാം. 967 ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹാരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹാരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂരിൽ പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂരിൽ പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹാരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹാരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. നമുക്കു മുൻചൊന്നതാം വിശുദ്ധന്മാരാം അലങ്കൃതമായ തിരുവചനം, അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ, അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹാരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹാരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി തിരുവചനം പങ്കിടുവാനൊക്കെ അവിടെ തന്നിരിക്കുന്ന സാവകാശത്തിനു വേണ്ടി സ്തോത്രം. ഭവനങ്ങളിലിരുന്ന് ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ വീണ്ടും അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കതിലെ കുറവുകൾ എന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണെന്നും പഠിച്ച് ദൈവമേ നിശ്ചയം പ്രാപിച്ചു പോകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ് നിയന്ത്രിക്കുന്ന ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന പാഠം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഉത്തേജിപ്പിക്കുവാനും അനുഗ്രഹപ്രദമായ ദൈവാത്മാവ് നിറഞ്ഞ ജീവിതം നയിപ്പാൻ തക്കോണം സഹായമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അഹങ്കാരമാണ് എല്ലാ നിലയിലും മനുഷ്യനെ തകർക്കുന്നത്. അത് സ്വർഗത്തിൽ ആരംഭിച്ചു എന്ന് ഞങ്ങൾ പഠിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഭംഗിയായിട്ട് പഠിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമെന്ന് അടിയങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവചനവുമായി അവിടുത്തെ വിശുദ്ധിയുള്ള സന്നിധിയിലേക്ക് കടന്നു വരുവാൻ വീണ്ടും ഒരു അവസരം കൂടെ നൽകി തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഈ നാഴികവരെയും അവിടുന്ന് ഞങ്ങളെ ഭദ്രമായി സൂക്ഷിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കണം അവിടുത്തെ തിരിച്ചേവിച്ച് അയച്ചിരിക്കുന്ന സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ആശ്രയിപ്പാനുള്ള ഒരു നല്ല ദൈവമായി ഞങ്ങളോടുകൂടി ഇരിക്കുന്നതിനാൽ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, പരിപൂർണ്ണമായിട്ടിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ചത് വെക്കുകയാണ്. എൻ്റെ വചനം നിൻ്റേതാണ്. അവിടുന്ന് നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. കേൾവിക്കാരോട് നിൻ്റെ ഹൃദ്യമായിട്ട് ഇടപെടണമേ. അത് പ്രയോജനപ്പെടുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാനവ മഹത്വം അവിടുന്ന് എടുക്കുകയും അടിയനെ പൊടിയോളം താഴ്ത്തുകയും ചെയ്യണമെന്ന് യേശു മൂലാപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഈ ക്വാർട്ടറിൽ നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാമത്തെ അധ്യായം വരെ കഴിഞ്ഞ ആഴ്ച ശബദിന് പഠിച്ചു. ഇന്നത്തെ നമ്മുടെ പാഠം 13ഉം 14ഉമാണ്. ഈ 13ഉം 14-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും ബാബേലിനെ കുറിച്ച് ഒരു പ്രവചനമുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. ലൂസിഫറിൻ്റെ പാപത്തെക്കുറിച്ചുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കടന്നു പോകേണ്ടതാണ്. തുടങ്ങുന്ന അവസരത്തിൽ ആമോസിൻ്റെ മകനായ യെശയ്യാവ് ബാബേലിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രവാചകം അവിടെ പറയുന്നെങ്കിലും ബാബേലിനെക്കുറിച്ചുള്ള പ്രവചനം പിന്നീടാണ് വരുന്നത്. പക്ഷേ ഒരു ഇത് മാത്രം അവിടെ പറയുന്നുണ്ട്. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുക, കൈ കൊട്ടി വിളിക്കുക, ശബ്ദമുയർത്തി വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ബാബേലിനുള്ള ന്യായവിധിയുടെ ഒരു ദൃശ്യം മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സൈന്യങ്ങളുടെ യഹോവ യുദ്ധ സൈന്യത്തെ പരിശോധിക്കുന്നു. ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ഒരുക്കമാണ് ഇവിടെ കാണുന്നത്. പിന്നെ അവൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങളും വരുന്നു. 6-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം. ദൈവത്തിൻ്റെ ആയുധപ്പുരയിലെ ആയുധങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ആയുധങ്ങൾ ദൈവം പ്രയോഗിക്കാറുണ്ടോ? നോഹയുടെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ജലപ്രളയമായിരുന്നു അന്നത്തെ വലിയൊരു ആയുധം. കാരണം ഭൂമി ദൈവം മുൻപാകെ വഷളായി, സകല ജനവും ജഡവും ദൈവസന്നിധിയിൽ വഷളായി. ദൈവം അതിനെ നശിപ്പിച്ച് കളയാനായിട്ട് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് മിസ്രൈമിൽ നമ്മൾ നോക്കുമ്പോൾ 10 ബാധ ദൈവത്തിൻ്റെ കയ്യിൽ ആയുധപ്പുരയിലെ ആയുധങ്ങളായിരുന്നു. വൃണങ്ങൾ, കന്മഴ, കൂരിരുട്ട്, കടിഞ്ഞൂൽ സംഹാരം, അങ്ങനെ 10 ബാധ. ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമ്പോൾ വഴിയിൽ വെച്ച് അവർക്ക് മിക്കവാറും ബാധകൾ, അവിടെ പിറുപിറുക്കുന്നതിന് തക്കതായ ശിക്ഷകൾ ബാധകളായിട്ടാണ് കൊടുത്തത്. എന്നാൽ അവർ കനാൻ ദേശത്ത് വന്നു കഴിയുമ്പം ചുറ്റുപാടുമുള്ള ആൾക്കാരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുകയും അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവം പ്രയത്നിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് ദൈവം ഒരുങ്ങാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും കടുപ്പമായിട്ട് പെരുമാറുന്നത്? കാരണം യെശയ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായം 5-6 വാക്യം. ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടങ്ങളെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. മലിനമായി തീർന്നിരിക്കുന്നു. പ്രമാണങ്ങളെ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവർ ലംഘിച്ചു കളഞ്ഞു. ചട്ടങ്ങളെ മറിച്ചു എന്ന് പറഞ്ഞാലോ, ക്രിസ്ത്യാനികൾക്ക് പല പല ചട്ടങ്ങളുമുണ്ട്. ഒന്ന് പറയാം, വിശ്വസിച്ചതിന് ശേഷം സ്നാനപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ ചട്ടമാണ്. പക്ഷെ എന്നാ ചെയ്യുന്നത്? വിശ്വസിക്കാൻ പ്രായമാകാത്ത ശിശുവിനെ കൊണ്ടുവന്ന് വെള്ളം തെളിച്ച് വിട്ടേച്ച് സ്നാനപ്പെടുത്തിയെന്ന് പറയും.
അങ്ങനെ ഒരുപാട് ചട്ടങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിലെ ചട്ടങ്ങളെല്ലാം കളഞ്ഞിട്ട് മാനുഷികമായ ചട്ടങ്ങളെ മാത്രം അനുസരിച്ച് ദൈവത്തെ നിന്ദിച്ചു കളയുകയാണ് ചെയ്യുന്നത്. നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ഭംഗം വരുത്തിയിരിക്കുന്നു. അതായത് 2 കൽപ്പന അങ്ങ് മാറ്റിക്കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയിലെ മുഴുവൻ ജനങ്ങളും ശാപഗ്രസ്തരായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂവാസികളെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തിയേറിയ ആയുധം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് പ്രയോഗിക്കാനാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. എന്താ ചെയ്തത്? ഇന്നത്തെ ലോകവും അത് മാത്രമല്ല, 7-ാം കൽപ്പന വ്യഭിചാരം ചെയ്തെന്നാണ്. പക്ഷേ സ്വവർഗ വിവാഹം നടത്താൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ പറയുമ്പം മനുഷ്യനത് ശകലം പോലും ശ്രദ്ധിക്കാതെ പാർലമെൻറ്റ് വഴി പോലും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുമ്പം ദൈവം ഒരു കോഴിനൊക്കെ കൊടുത്തെന്നിരിക്കും. അതിനെന്താ അത്ഭുതപ്പെടാനുള്ളത്? 9-ാമത്തെ വാക്യം പറയുന്ന, ദേശത്തെ ശൂന്യമാക്കാനും പാവികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. കോപത്തോടും ക്രൂരതയോടും കൂടെ എന്നൊക്കെ ദൈവത്തെപ്പറ്റി പറയാമോ? അങ്ങനെയൊന്നും ദൈവത്തെപ്പറ്റി ദൈവം എന്ന് പറയുന്ന ആൾ വളരെ സ്നേഹവാനും നിർമ്മലിനും പാവത്തെ ക്ഷമിക്കുന്നതിനും കാരുണ്യവാനും ഒക്കെയാണ്. അതൊക്കെ പറഞ്ഞ് ദൈവത്തെ ഇങ്ങനെ ഒരുമാതിരി മസ്ക അടിച്ച് വെച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ ദൈവം ക്രൂരനാണ്, കോപത്തോടെ ശിക്ഷിക്കുമെന്നൊക്കെ പറയുന്നത് ദൈവത്തെ അപകീർത്തിപ്പെടുത്തുന്ന സംഗതിയാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. എന്നാൽ ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവ അവൻ്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചെന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അത്രയും മാത്രമേ ദൈവത്തെക്കുറിച്ച് പറയാവുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. അതെന്നാൽ ബാക്കി പിന്നെയും പോവുകയാണ്. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറകളും സന്ദർശിക്കുന്നവൻ. ആരായി കുറ്റമുള്ളവൻ? യേശുക്രിസ്തു ഓരോ വ്യക്തിയോടും പറയുക, മകനെ മകളെ, നിൻ്റെ കുറ്റമല്ല എന്നെ ഏൽപ്പിച്ചേരെ, ഞാനത് മേടിച്ചോളാം. പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ ശിക്ഷയൊക്കെ മേടിച്ചിട്ട് നിനക്ക് പാപമോചനം ദാനമായിട്ട് തരാം. നീ കുറ്റമില്ലാത്തവനായിട്ട് ജീവിച്ചോ കൽപ്പനയൊക്കെ അനുസരിച്ച്. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നത് എന്നാന്നറിയോ? ഒരു കുറ്റവും ദൈവത്തിന് കയ്യിലേൽപ്പിക്കല്ലേ. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയും വേണ്ട, ക്ഷമയും വേണ്ട, ഒന്നും വേണ്ട. എനിക്കെൻ്റെ മര്യാദയ്ക്ക് ഞാനെൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ജീവിക്കും. അങ്ങനെ വരുമ്പോൾ കുറ്റം അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തി പോലും പാപം ചെയ്യാതെ ജീവിച്ചിട്ടില്ല യേശുക്രിസ്തു ഒഴിച്ച്. എല്ലാവരും പാവികളാണ്. പക്ഷെ ആ പാവികളെ ദൈവം കുറ്റമില്ലാത്തവരാക്കി തീർക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ കുറ്റം ഏൽപ്പിക്കാൻ മനസ്സില്ലാത്തവന് കുറ്റം കൈ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവം ശിക്ഷ കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് പാവികളെ ശിക്ഷിക്കുമെന്ന് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ഒരു ത്രാസിൻ്റെ 2 തട്ടിൽ വെച്ചിരുന്നാൽ രണ്ടും ഒരേപോലെ ആയിരിക്കും. അത് സ്നേഹം എത്രയാണോ അത്രമാത്രം തന്നെ ദൈവം നീതിമാനുമാണ്. യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് യഹോവയുടെ ദിവസം വരുത്തിയിരിക്കുന്നെന്ന് 9-ാമത്തെ വാക്യം പറയുന്നു. അതുകൊണ്ട് കാലം അതിൻ്റെ അന്ത്യത്തിലാണ്. യഹോവയുടെ ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. അതിന് കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും പ്രാരംഭമായിട്ട് കിട്ടുന്നത് വലിയൊരു ഭൂകമ്പം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-18 വാക്യം. 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിലൊഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഇത് സംഭവിച്ചു തീർന്നു എന്ന് വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട്. ഒന്ന്,
ക്രൂശിൽ കിടന്ന് യേശുക്രിസ്തു പറയും നിവർത്തിയായി. എന്താ നിവർത്തിയായ? രക്ഷയുടെ പദ്ധതി സംഭവിച്ചു തീർന്നു. രണ്ടാമത്തേത്, ഭൂമിയുടെ ചരിത്രം ഇവിടെ തീരുകയാണ്. ഈ കലശം ഒഴിക്കുന്നതോടുകൂടി അത് സംഭവിച്ചു തീർന്നു. മൂന്നാമത്തേത്, പാവികളെയും പാവത്തെയും നരകത്തെ നശിപ്പിക്കുമ്പം മൂന്നാമത്തെ പ്രാവശ്യം ദൈവം പറയാണ് സംഭവിച്ചു തീർന്നു. അപ്പോൾ മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യനുണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ഭൂമി ഉണ്ടായത് മുതൽ അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അത്ര വലിയൊരു ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. ആ ഭൂകമ്പത്തിൽ എന്തൊക്കെ സംഭവിക്കും? സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതായി. അതിന് എത്ര വാക്യങ്ങളുണ്ട്? വെളിപാട് 6:14. പുസ്തകം ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. കാരണം ഭയങ്കരമായ ഒരു ഭൂകമ്പം. അപ്പോൾ സംഭവിക്കുന്നത് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. പിന്നെ യെഹെസ്കേലിൻ്റെ പ്രവചനം 38:18 അന്നാളിൽ നിശ്ചയമായും ഇസ്രായേൽ ദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടാകും, എല്ലാ മതിലും നിലംപരിചാകും. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുകിട കുലുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. യെശയ്യാവ് 24:19-20. അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിൽ ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. യെശയ്യാ 13:13. അതായത് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോകും, എല്ലാ മതിലും നിലംപരിചാകും, ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്ന് തന്നെ ഇളകിപ്പോകും. പക്ഷേ ഇതിനൊക്കെ മുമ്പേ ഒരു സംഗതി ചെയ്യുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുന്ന ദൂതന്മാരോട് കേടുവരുത്താൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോഴും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും സകലത്തിനും കേടുവരികയാണ്. അപ്പോൾ കേട് വരുന്നതിന് മുൻപേ ഒരു കാര്യം ചെയ്തിരിക്കണം, ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ടിരിക്കണം. എന്താണ് ദൈവത്തിൻ്റെ മുദ്ര? പരിശുദ്ധാത്മാവാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ മുദ്ര ദൈവത്തിൻ്റെ 10 കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. എന്നാലും മുദ്ര എന്നാൽ ശബദം അനുസരിക്കുമ്പോഴാണ് അതൊന്ന് എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് ശബദമാണ് ദൈവത്തിൻ്റെ മുദ്ര. ആ ദൈവത്തിൻ്റെ മുദ്ര ശബദാണെന്ന് പറയുന്ന പല വാക്യങ്ങളും വേദപുസ്തകത്തിലുമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനാലാണ് മുദ്രയിടപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് മുദ്രയാണെന്നല്ല. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമാണ്. അപ്പം മുദ്രയിട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ജനവും അല്ല മൃഗത്തിൻ്റെ മുദ്രയേറ്റവരും രണ്ടായിട്ട് തിരിയും. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും രണ്ടായിട്ട് തിരിയും. ഒരു കൂട്ടർ ദൈവത്തിൻ്റെ മുദ്രയേറ്റവരും ദൈവത്തിൻ്റെ മുദ്രയേറ്റിട്ടില്ലാത്ത സകലമാന മനുഷ്യരും പിശാചിൻ്റെ മുതല മൃഗത്തിൻ്റെ മുദ്രയേറ്റവരുമാണ്. അതിന് ഇടയ്ക്ക് ഒരു കൂട്ടരില്ല. ഇനി ഒരു കൂട്ടർ പറയാം എനിക്ക് സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ പകുതി മൃഗത്തിൻ്റെ മുദ്രയുടെ അനുസരിക്കും, ബാക്കി പകുതി ദൈവത്തിൻ്റെ മുദ്രയേക്കാന്ന് പറഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും മൃഗത്തിൻ്റെ മുദ്രയുടെ കൂടെ പോകത്തുള്ളൂ. അപ്പോൾ ഭൂമിക്കും സമുദ്രത്തിനും എല്ലാം കേടുവരികയാണ്. പിന്നെ വരുന്നത് ഭൂമി മാറുന്നത് മൂലം സൂര്യൻ്റെ വെളിച്ചം കിട്ടാതെ വരും. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകും. സൂര്യൻ കരിമ്പടം പോലെ കറുത്ത്. വെളിപാട് 6:12. ആമോസിൻ്റെ പ്രവചനം 5:20. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ല, അന്ധത തന്നെ. യോവേലിൻ്റെ പ്രവചനം 2:33. സഫന്യ 1:14-15.
ഈ ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണമുണ്ട്. അതെങ്ങനെയാണ്? ഇസ്രായേൽ ജനത്തിന് 10 ബാധ അയച്ചു. പക്ഷെ അത് മിസ്രൈമ്യർക്ക് മാത്രമേ കിട്ടിയുള്ളൂ, ഇസ്രായേൽ ജനത്തിന് കിട്ടിയില്ല. കാരണം ഇസ്രായേൽ ജനം അന്ന് ഗോശേൻ ദേശത്ത് മാറി താമസിക്കുകയായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ കൂരിരുട്ട്, കന്മഴ ഒക്കെ ഉണ്ടായി. പക്ഷേ ഇതൊന്നും ഇസ്രായേൽ ജനത്തെ ബാധിച്ചില്ല. അതേപോലെ ഈ ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരിക്കും. സൂര്യൻ ഇരുണ്ടു പോകും, നക്ഷത്രങ്ങൾ വെളിച്ചം തരികയില്ല. സൂര്യൻ ഇരുണ്ടു പോകാനുള്ള കാര്യം എന്നാ? സൂര്യൻ ഇങ്ങനെ നിൽക്കുക, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഭൂമി അതിൻ്റെ സ്ഥാനത്തുനിന്ന് ഇളകിപ്പോയി കഴിഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിലേക്ക് തട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഭൂമിയിൽ ആകാശം ചുരുണ്ടു പോകും, ഭൂമിയിൽ യാതൊരു വെളിച്ചവും കിട്ടത്തില്ല, ഇരുട്ട് മാത്രം. ഒരു പുല്ല് പോലും കിളുക്കുകയില്ല, അതുപോലെ ആയിപ്പോവും. അങ്ങനെ സൂര്യനും ചന്ദ്രനും ഇല്ലാതെ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാനൊക്കെയല്ല. പക്ഷേ സൃഷ്ടിപ്പിങ്കൽ ദൈവം അങ്ങനെ കാണിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആ വെളിച്ചത്തിലാണ് പിന്നത്തെ 2 ദിവസത്തെ സൃഷ്ടിപ്പ് മുഴുവൻ നടത്തിയത്. 4-ാമത്തെ ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ലാതെ അന്നത്തെ ലോകത്തിന് വെളിച്ചമുണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. ഇന്ന് പറഞ്ഞതുപോലെ ഈ സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ മുദ്രയേറ്റവർക്ക് വെളിച്ചമുണ്ടാക്കി കൊടുക്കാൻ ദൈവത്തിന് കഴിയും. കർത്താവിൻ്റെ വാക്കുകൾ മത്തായിയുടെ സുവിശേഷം 24:29. ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. എപ്പോഴാ ഈ പറഞ്ഞ സംഭവങ്ങൾ ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലോ മേഘത്തിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. കർത്താവ് വരുമ്പോൾ ഒരു മഹാവലിയ തേജസ് ഉണ്ടാകും. യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ ദർശനത്തിൽ കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. നീലയങ്കി ധരിച്ച് മാറത്ത് വൻകച്ചയും കെട്ടി, കണ്ണുകൾ ജ്വലിക്കുന്ന അഗ്നി, വായിൽ നിന്ന് ഇരുവായത്തലയുള്ള മൂർച്ചയേറിയ വാള് പുറപ്പെടുന്നു, മുഖം സൂര്യൻ ശക്തിയോടെ ഉദിക്കുന്നത് പോലെ. സൂര്യൻ ശക്തിയോടെ ഉദിച്ചാൽ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ജീവിക്കാനൊക്കെയല്ല. ഇപ്പം തന്നെ അന്തരീക്ഷത്തിൻ്റെ ചൂട് 40 ഡിഗ്രിയിൽ കൂടിയാൽ അല്ല നട്ടക്കാട്ട് ഉച്ചയ്ക്ക് പുറത്തിറങ്ങിക്കൂടെ നടന്നാൽ ചിലപ്പോൾ സൂര്യാഘാതമുണ്ടാകും. എന്നാൽ അതിനേക്കാൾ വലിയ ചൂടിലും അതിനേക്കാൾ വലിയ പ്രഭയിലും കൂടെ കർത്താവ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരികയാണെങ്കിൽ ഭൂമിയിലുണ്ടായിരിക്കുന്ന മുഴുവൻ മനുഷ്യരും മരിച്ചു വീഴും. ആരെ? ഈ 144,000 പേരൊഴിയെ. യെശയ്യാവിൻ്റെ പ്രവചനം 13:9. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികൾ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അധികത്തോടും കൂടെ വരുന്നു. അപ്പോൾ അന്നത്തെ സംഭവം 1 ഭൂകമ്പം, 2 ഭൂകമ്പത്താലുണ്ടാകുന്ന മലകളിടിഞ്ഞു പോവും, ദ്വീപുകൾ കാണാതെ പോവും, എല്ലാം മതിലിടിഞ്ഞ് നിലംപരിശാകും, ഒരു മതിൽ പോലും നിൽക്കത്തില്ല, ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിളകിപ്പോകും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുണ്ടാകും. ആ പ്രത്യക്ഷതയിൽ ദേശത്തെ ശൂന്യമാക്കും. യിരെമ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം 23. ഞാൻ ഭൂമിയെ നോക്കി, അതിനെ പാഴ്ശൂന്യവുമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി, അതിന് പ്രകാശമില്ലായിരുന്നു. ഞാൻ പർവ്വതത്തെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പറവകളൊക്കെയും പറന്നുപോയിരുന്നു. ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവൻ്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു.
അപ്പോൾ ഇത്രയും സംഗതികൾ ഉണ്ടാകുന്നതായ സമയമാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ആദ്യം നടക്കുന്ന സംഗതി യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ യിരെമ്യാവിൻ്റെ പ്രവചനം 25:32 മുതൽ അവൻ സകല ഭൂനിവാസികൾക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോടൊരു വ്യവഹാരമുണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിന് കൽപ്പിക്കുമെന്ന് യഹോവയുടെ ഉള്ളപ്പാട്. അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരുന്നു. അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല, അവരെ ആരും എടുത്ത് കുഴിച്ചിടുകയുമില്ല. ഭൂമിയുടെ സകലമായ ആൾക്കാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവ്വ മനുഷ്യരും, ഈ 144,000 പേരൊഴികെയുള്ള എല്ലാ മനുഷ്യരും യഹോവയുടെ തീഷ്ണാഗ്നിക്ക് ഇരയാകും. യഹോവയുടെ കോപത്തിൻ്റെ ദിവസത്തിൽ സർവ്വഭൂമിക്ക് അവൻ്റെ തീഷ്ണാഗ്നിക്ക് ഇരയാകും. ഭൂവാസികൾക്ക് അവൻ്റെ ശീഘ്രനാശം വരുന്ന സഫന്യ 1:18. സങ്കീർത്തനം 21:9 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുളയെ പോലെയാക്കും. യഹോവ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. കർത്താവായ യേശു ക്രിസ്തു ആ തീ കൊണ്ട് ശുദ്ധീകരിച്ച ഈ ഭൂഗോളത്തെ പുതിയ ഭൂമിയാക്കി മാറ്റി പുതിയ ആകാശവും സൃഷ്ടിച്ച് യേശു ക്രിസ്തുവും തൻ്റെ വൃതന്മാരും യുഗായുഗങ്ങളായിട്ട് ഇവിടെ ജീവിക്കും. സമുദ്രയിനിയില്ല, അവിടെ രാത്രിയില്ല, കടച്ചിലും പല്ലുകടിയുമില്ല, മരണമില്ല, പിന്നെ ആലയവുമില്ല. ദൈവത്തിൻ്റെ ആലയം അതിൻ്റെ അകത്തില്ല. എന്നാ കാര്യം? നമുക്ക് ദൈവാലയം എന്തിനാണ്? ദൈവത്തെ ആരാധിക്കാൻ. ഇവരെല്ലാം ദൈവത്തിൻ്റെ കൂടെയാണ്. കൂടെ നിൽക്കുന്നവരങ്ങ് ആരാധിച്ചാൽ മതി. പ്രത്യേകിച്ച് ആലയത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് യുഗായുഗങ്ങളിൽ ജീവിക്കും. പുരാതന നഗരമായ ബാബിലോണിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 13:17. ഞാൻ മേദ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും. ബാബേലിനെ കുറിച്ചുള്ള പ്രവചനം പറയുന്നത് കൽദയയുടെ പ്രശംസാലങ്കാരമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോരയെയും മറിച്ചു കളഞ്ഞതുപോലെ ആക്കി തീർക്കും. അതിൽ ഒരു നാളും കുടിപാർപ്പുണ്ടാകുകയില്ല. തലമുറയോളം അതിൽ ആരും വസിക്കുകയില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ, യിരെമ്യാവ് 3:6-8. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്. വെളിപ്പാട് 17:5 മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് വിളിക്കുന്നത് വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവിടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഈ സ്ത്രീ ഒരു വേശ്യയാണ്. എന്താണ് വേശ്യാവൃത്തി? ആത്മീയമായിട്ടുള്ള വേശ്യാവൃത്തിയാണ്. ഒരു സ്ത്രീ വേശ്യയാകണമെങ്കിൽ അവളുടെ ഭർത്താവിനെ കൂടാതെ വേറെ പുരുഷന്മാർ അവർക്കുണ്ടായിരിക്കണം ഭർത്താവിൻ്റെ സ്ഥാനത്ത്. ആത്മീയമായിട്ട് നോക്കുമ്പോൾ യെശയ്യാ 54:5 ദൈവം പറയുന്നു, നിൻ്റെ സൃഷ്ടാവാകുന്നു നിൻ്റെ ഭർത്താവ്. യിരെമ്യാവ് 3:14 ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. അപ്പോൾ ദൈവം ഭർത്താവിൻ്റെ സ്ഥാനത്തും ഇസ്രായേൽ ജനം, അതായത് വിശുദ്ധ ജനം ഭാര്യയുടെ സ്ഥാനത്തുമായിട്ടാണ് സങ്കല്പിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ ഭർത്തൃബന്ധമാണ് ദൈവവും ദൈവത്തിൻ്റെ ജനങ്ങളുമായിട്ട് കാണുന്നത്. അത് ആത്മീയമായിട്ട് നോക്കുമ്പോഴേ അത് കാണുന്നുള്ളൂ. 2 കൊരിന്ത്യർ 11:2 പറയുന്നത്, പൗലോസ് എഴുതുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നെന്നാണ്. സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്. ഈ മണവാട്ടി തൻ്റെ കാന്തനെ അല്ലാതെ വേറെ ആരെങ്കിലും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ അതാണ് ആത്മീയമായ വ്യഭിചാരം. അത് സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും രക്ഷിക്കുന്നവനും ന്യായവിധിക്കാൻ അധികാരമുള്ളവനുമായ സാക്ഷാൽ ദൈവമാണ് ഭർത്താവിൻ്റെ സ്ഥാനത്ത്. ഈ ദൈവത്തെ കൂടാതെ പലരെയും ദൈവത്തിൻ്റെ സ്ഥാനത്തായിട്ട് അവരോധിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ വിഗ്രഹങ്ങളുണ്ടാക്കുകയും അവരെ സേവിക്കുകയും ചെയ്യുന്ന ഒരു സഭ, അതാണ് മഹതിയാം ബാബിലോൺ. അങ്ങനെ ഒരു സഭയുണ്ടോ?
ദൈവത്തിൻ്റെ കൽപ്പന തന്നെ മാറ്റി കളഞ്ഞിരിക്കുന്ന ഒരു സഭ. രണ്ടാമത്തെ കൽപ്പന, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമി കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അവയെ വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. ഒന്നാമത്തെ സംഗതി ഉണ്ടാക്കരുതെന്ന്. അങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ക്രിസ്തീയ സഭകൾ ഇന്ന് ധാരാളമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടുന്നതാണ് മർമ്മം മഹദിയാം ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 14:8 രണ്ടാമത്തെ ദൂതൻ്റെ ഒരു ദൂത് പറയുന്നുണ്ട്, വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഈ ദൂതൻ്റെ പ്രഖ്യാപന പ്രകാരം മഹദിയാം ബാബിലോൺ വീണുപോയി. ഈ ദൂത് മനുഷ്യൻ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത് 1844 കൂടി. 1844 ശേഷമാണ് 3 ദൂതന്മാരുടെ ദൂത് ലോകത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത്. അതിൽ രണ്ടാമത്തെ ദൂതൻ്റെ ദൂതാണ് വീണുപോയി മഹദിയാം ബാബിലോൺ. ദൈവത്തിൻ്റെ കാര്യപരിപാടി അനുസരിച്ച് ആ സമയത്ത് തന്നെ ഈ മഹദിയാം ബാബിലോൺ വീണു പോവുകയാണ്. എന്നാൽ അക്ഷരീയ ബാബിലോൺ വീണു പോകാനായിട്ട് നൂറ്റാണ്ടുകൾ എടുത്തതുപോലെ ആത്മീയ ബാബിലോൺ വീണു പോകാനായിട്ട് ഒരുപാട് നൂറ്റാണ്ടുകൾ എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ വീഴ്ച പൂർണ്ണമാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ഇന്നും വീണുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് അത് വീണുകൊണ്ടിരിക്കുന്നത്? സഭയുടെ പ്രശസ്തിയെ ബാധിക്കുന്ന എന്തെല്ലാം സംഗതികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അഭയ കേസ്, ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ്, സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിൻ്റെ വെളിപ്പാടുകൾ, പിന്നെ എണ്ണമറ്റ സ്ത്രീ പീഡനങ്ങൾ, ഇതെല്ലാം കൊണ്ട് സഭ ദിനംതോറും കീഴ്പോട്ട് പോയിക്കൊണ്ട് അതിൻ്റെ പ്രശസ്തിയും പോയി, അതിൻ്റെ കാര്യങ്ങളും പോയി. പിന്നെ ജനം ഈ കൽപ്പന ലംഘിച്ചാണ് ഈ സഭ പോകുന്നതെന്നുള്ള സംഗതി മനസ്സിലാക്കി കഴിയുമ്പം അതിലെ ജനങ്ങൾ തന്നെ ഈ മഹദിയാം ബാബിലോണെ നശിപ്പിച്ച് കളയുമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ പീഡിപ്പിക്കപ്പെട്ടാൽ ഇരയുടെ കൂടെ അവർ നിൽക്കത്തില്ല, കുറ്റം ചെയ്തവരെ അവർ സംരക്ഷിക്കുകയും ചെയ്യും. അത് അതിൻ്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടുന്നതാണ്. കൂടുതൽ ജനങ്ങൾ തന്നെ സഭയ്ക്കെതിരാകും. അങ്ങനെ അതിനെ ശൂന്യമാക്കും. അക്ഷരീയ ബാബിലോൺ പോയതുപോലെ തന്നെ മഹദിയാം ബാബിലോണും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പം അത് മാറിപ്പോകുന്നതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായം കഴിഞ്ഞ് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റം നിലത്ത് വീണു? ഈ അരുണോദയ പുത്രൻ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണെന്ന് പറയാമോ? ഇംഗ്ലീഷിൽ അതിനെ ലൂസിഫർ എന്ന് എഴുതിയിരിക്കുന്നത്, ബൈബിളിൽ തന്നെ. അരുണോദയപുത്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശോഭയുള്ള നക്ഷത്രം പോലിരിക്കുന്ന, ശുക്രനക്ഷത്രം പോലിരിക്കുന്ന ഒരു ദൂതൻ. അവൻ്റെ സ്ഥാനം, അവൻ മറയ്ക്കുന്ന കെരൂബായിരുന്നു. അവൻ്റെ പേര് ലൂസിഫർ എന്നാണ്. അവൻ ശോഭിക്കുന്നവനെന്നാണ് അതിൻ്റെ അർത്ഥം. അവനെ സൃഷ്ടിച്ചപ്പോൾ സകല രത്നങ്ങളും പൊന്നും കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത്. ഈ മാലാഖ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. സിംഹാസനത്തിന് തൊട്ടടുത്തായിരുന്നു അവൻ്റെ സ്ഥാനം. ക്രിസ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്തായിരുന്നു അവൻ ലൂസിഫർ ഇരുന്നത്. അവൻ്റെ പ്രഭയിലും അവൻ്റെ സ്ഥാനത്തിലും അവൻ തന്നെ അങ്ങ് നിഗളിച്ചു പോയി. അവനെ കവിഞ്ഞ് ആ ഭൂമി അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ ആരുമില്ലെന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് പിതാവായ ദൈവം അരുളി ചെയ്തു. ലൂസിഫറിന് അത് ഒട്ടും പിടിച്ചില്ല. ദൈവത്തെ മാത്രം നമസ്കരിക്കാവുള്ളൂ എന്ന് പറയുന്നത് ലൂസിഫറിന് ഇഷ്ടമില്ല. ലൂസിഫറിന് ആരാധന വേണം. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ദൈവം ഒത്തിരി സ്വാർത്ഥന, ആരാധന വേണമെന്ന് പറയുന്നു.
അവൻ്റെ കൽപ്പനയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള നുണകളെല്ലാം അങ്ങോട്ട് പറഞ്ഞ് അവൻ്റെ സ്ഥാനത്തുനിന്ന് അവനങ്ങ് പോയി സ്വർഗത്തിലെ മാലാഖമാരുടെ ഇടയിലെല്ലാം പോയി ഒരു വലിയ കൂട്ടം മാലാഖമാരെ അവൻ്റെ കയ്യിലാക്കി അവിടെ കർത്താവായ യേശു ക്രിസ്തുവും അവൻ്റെ ദൂതന്മാരും ഈ ലൂസിഫറും അവൻ്റെ ദൂതന്മാരുമായിട്ട് യുദ്ധമുണ്ടായി. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ലൂസിഫറിൻ്റെ ആൾക്കാർ ജയിച്ചില്ലാതാനും. അവൻ്റെ സ്ഥാനം പിന്നെ സ്വർഗത്തിൽ കണ്ടില്ല. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. സ്വർഗത്തിൽ നിന്നുള്ള അവൻ്റെ വീഴ്ചയാണ് യെശയ്യാവ് 14-ാം അധ്യായത്തിൽ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ വീഴ്ചയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10:18 യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു: സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ 8:44 യേശു പറഞ്ഞു, അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അപ്പോൾ ആദ്യമായി പാപം ചെയ്ത വ്യക്തി ലൂസിഫറാണ്. പാപം ആദ്യമായിട്ടുണ്ടായത് ഏദനിലല്ല, സ്വർഗത്തിലാണ്. അവൻ ചെയ്ത പാപം കൊലപാതകമാണെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അവൻ ആരെയാണ് കൊന്നത്? 14 യെശയ്യാവിൻ്റെ പുസ്തകം 14:12 അവൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഞാൻ മേഘോന്നതങ്ങളിൽ മീതെ കയറും, ഞാൻ അത്യുന്നതിനെ സമനാകും എന്നല്ല നീ ഹൃദയത്തിൽ പറഞ്ഞു. 5 പ്രാവശ്യം ഈ ഞാൻ എന്നുള്ള വാക്കവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. അത് അഹങ്കാരത്തോടു കൂടിയാണോ അതോ താഴ്മയുടെ ഒരു വാക്കാണോ? ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതില്ലാതെ പലപ്പോഴും ഈ ഞാൻ കയറി അങ്ങ് ഇടപെടും. ഈ ലൂസിഫറിന് പറ്റിയത് അതാണ്. അവൻ വിചാരിച്ചു അവനെ കവിഞ്ഞ് ആരുമില്ല, സൃഷ്ടിതാവായ ദൈവം പോലും അവൻ്റെ ഒപ്പം കൊണ്ടേയിരിക്കുമെന്നാണ് പറഞ്ഞത്. അവൻ എന്താ കൊലപാതകം ചെയ്തത്? മത്തായിയുടെ സുവിശേഷം 5:22 കൊല ചെയ്യരുതെന്നുള്ള കൽപ്പനയ്ക്ക് യേശുക്രിസ്തു ഒരു വിശദീകരണം കൊടുത്തു. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അതായത് നിസാര എന്ന് വിളിച്ചാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനാവും. അപ്പോൾ ലൂസിഫർ ഇവിടെ ചെയ്തെന്താ? ലൂസിഫർ വെറും സൃഷ്ടിയാണ്, നശിപ്പിച്ച് കളയാൻ പറ്റുന്ന. അവൻ നശിച്ചു പോകും, അവസാനം അവന് തീ കൊണ്ട് നശിക്കുക ചെയ്യുന്നത്. പക്ഷേ ദൈവം എന്നും നിലനിൽക്കുന്നവനാണ്, അവൻ സൃഷ്ടിച്ചവനാണ്. അപ്പോൾ സൃഷ്ടിച്ചവനായ ദൈവത്തെ അവൻ സൃഷ്ടിയായിരിക്കുന്ന അവനോടൊപ്പം കൊണ്ടുവന്ന് നിർത്തി. അതായത് കൂട്ടുകാരനെ നിസ്സാരം തന്നെ. പണ്ട് സിനായിവരോട് പർവ്വതത്തിൻ്റെ താഴ്വരെ വെച്ച് ഈ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ കാളക്കുട്ടി ഉണ്ടാക്കി വന്നിച്ചു. അപ്പോൾ കർത്താവ് പറയുന്നത്, സർവശക്തനായ എന്നെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമമാക്കി നിങ്ങൾ. അത് ചെയ്താത്ത സംഗതി അത് തന്നെയാണ് ഈ ലൂസിഫർ ചെയ്തത്. അപ്പോൾ അവൻ ചെയ്ത കൊലപാതകം ദൈവത്തെ താത്തിക്കെട്ടി അവൻ്റെ ഒപ്പമാക്കി. അതാണ് അവൻ ചെയ്ത കൊലപാതകം. അപ്പോൾ ആദ്യമായിട്ട് പാപം ചെയ്തത് ലൂസിഫറാണ്. ആദ്യത്തെ പാപം കൊലപാതകമാണ്. ഇത് നടന്നത് സ്വർഗത്തിലാണ്. ഇന്നത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ അത് വലിയൊരു യുദ്ധമാണ്. ഏറ്റവും ഭയങ്കരമായ ആയുധമാണ് യേശുക്രിസ്തുവിൻ്റെ ആവനാഴിയിൽ നിന്നെടുത്തത്. ഭയങ്കരമായ ഒരു ഭൂകമ്പം. ആ ഭൂകമ്പത്തിൽ നിന്ന് എന്തെല്ലാം സംഭവിക്കുമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സകല ദ്വീപും ഓടിപ്പോയി, എല്ലാം അതിൽ ഇടിഞ്ഞു വീണു, ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്ന് മാറിപ്പോയി. അതിൻ്റെ ഫലമായിട്ട് സൂര്യനും ചന്ദ്രനും വെളിച്ചമില്ലാതായി. പിന്നത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പാപികളെ നശിച്ചു പോയി. ഭൂമിയെ മുഴുവനോടെ ശുദ്ധീകരിച്ചു പ്രത്യക്ഷത മൂലം. പിന്നെ മരിച്ച വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരുമായി സ്വർഗത്തിലേക്ക് പോയി 1000 ആണ്ട് വാഴ്ച അവിടെ കഴിഞ്ഞ് കർത്താവും വിശുദ്ധന്മാരും ഒന്നിച്ച് ഇറങ്ങി വന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. അതിന് മുമ്പ് പിശാചിനെയും അതിൻ്റെ സകലനെയും തീയിൽ ഇട്ട് നശിച്ച് വെന്തുപോകും. അത് കഴിഞ്ഞ് പൊതുവാന ഭൂമിയിൽ കർത്താവിൻ്റെ സഭകളുമായിട്ട് എന്നേക്കുമായിട്ട് വാഴും. പിന്നെ നമ്മൾ ബാബിലോണിൻ്റെ വീഴ്ചയെപ്പറ്റി പഠിച്ചു. ലൂസിഫറിൻ്റെ പാപം എന്താണെന്ന് പഠിച്ചു. അത് പാപമാദ്യം ഉണ്ടായത് എവിടെയാണെന്ന് പഠിച്ചു. അപ്പം നമുക്ക് എന്ത് ഒക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചാലും
ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ്. ഇത്രയും സംഗതികളെല്ലാം നമ്മൾ കർത്താവിൻ്റെ വരവിങ്കിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കണം. പഠിച്ചിരുന്നാൽ മാത്രം പോരാ, കർത്താവായ യേശു ക്രിസ്തുവിനെ മുദ്രയേറ്റവരായിട്ട് തീർത്തീരണം. അതില്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്രയേറ്റവരായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുദ്രയേറ്റവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി അങ്ങേയറ്റം ഒരുങ്ങി ജാഗ്രതയോടെ ആയിരിക്കണം. ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രത്യക്ഷതയിൽ ഒന്നിച്ച് സന്തോഷത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാഠം അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശിൽ കൂടി അളവിടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ പിതാവേ, തിരുവചനത്തിൽ നിന്ന് അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിൻ്റെ സ്നേഹത്തിന് കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ സംഗതികളും ഞങ്ങൾക്ക് അറിയാൻ കർത്താവേ. എൻ്റെ പാവം ഇങ്ങനെ തന്നേരെ എന്ന് പറഞ്ഞ് ഞങ്ങളെ നേരെ കൈ നീട്ടി നടക്കുന്ന ദൈവത്തെ ഒന്ന് കാണാനുള്ള കണ്ണ് ഞങ്ങളുടെ ഉള്ളം കൊണ്ടൊന്ന് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും നിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുകയും ഒടുവിൽ നിൻ്റെ രാജ്യത്തിൽ കാണപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ് കേട്ടവരും ഇവിടെ ജീവിക്കുന്നവരാരും ഒരു മനുഷ്യരും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് വലിയവനും നിത്യനുമാണ്. എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഹൃദയങ്ങളോട് ഇടപെടുമാറാകണം. നിന്നോട് എതിർത്ത് നിൽക്കുന്ന സ്വഭാവമുള്ളവരെയൊക്കെ നീ മാറ്റിത്തരണം. ചോദിച്ചതിലധികമായ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. മിന്നൽ പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം.
തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം, രോഗദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം, കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.